ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ തൗഫീഖ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പെൺകുട്ടി പോലും പരാതി ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുള്ളത്? പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒരംശം അവിടെ മറന്നു പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രം രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമാകുമോ? രാഹുലിനും പാർട്ടിക്കും ഈ വിഷയത്തിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുമോ? ശ്രീജിത്ത് പണിക്കർ. എനിക്ക് ആദ്യമേ തന്നെ ഈ ചർച്ചയിലുള്ള കോൺഗ്രസ് സുഹൃത്ത് ശ്രീ തൗഫീഖിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യ ദിവസം ഈ ആരോപണം വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഇന്ന് അദ്ദേഹം ആവർത്തിച്ചതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യത തന്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ലാതെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നതിനാണ് കോൺഗ്രസ് സുഹൃത്ത് ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹത്തിനെ വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ താല്പര്യത്തിലുള്ളതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ താല്പര്യത്തിലുമുള്ളതല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടാണ് ശരിയെന്ന് നിങ്ങൾ മാധ്യമങ്ങളടക്കം നാളെ മാറ്റി പറയും എന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത്. ശ്രീ VD സതീശൻ ഇന്നുവരെ ശ്രീ തൗഫീഖ് ഉന്നയിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതായത് രേഖാമൂലം പരാതിയുണ്ടോ, ഔദ്യോഗികമായിട്ട് പരാതിയുണ്ടോ, കേസുണ്ടോ, അറസ്റ്റുണ്ടോ, FIR ഉണ്ടോ, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചുമതലയിലുള്ള 2 പേരിൽ ഒരാളാണ്. അതിൽ ഒന്നാമനെന്ന് നമുക്ക് പറയാവുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ സണ്ണി ജോസഫും ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഈ വാദങ്ങളൊക്കെ തന്നെ എവിടെ നിന്നാണ് ശ്രീ തൗഫീഖിന് കിട്ടുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ല എന്ന് അദ്ദേഹത്തിനെ ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരാളിനെ മാറ്റാനുള്ള ധാർമ്മികതയും MLA പദവിയിൽ നിന്ന് ഒരാളെ മാറ്റാനുള്ള ധാർമ്മികതയും കോൺഗ്രസിന് എങ്ങനെയാണ് രണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആരോപണം ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കുമ്പോൾ അവിടെ FIR ഇല്ല, അറസ്റ്റ് ഇല്ല, കേസില്ല, ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക പരാതിയില്ല. പക്ഷെ എങ്കിലും അവരുടെ ധാർമ്മികത എന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരരുത് എന്നാണ്. പക്ഷെ അതേ ധാർമ്മികത എന്തുകൊണ്ടോ ഒരു MLA കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോ പേരെടുത്ത് ഒരു പരാതി പറയുന്നില്ല എന്ന് ശ്രീ തൗഫീഖ് ഇവിടെ പറയുന്നു. പേരെടുത്ത് ഒരു പരാതി വന്നാൽ ഇന്നോ നാളെയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. 2, ഇവിടെ ദീപാദാസ് മുൻഷിയുടെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ദീപാദാസ് മുൻഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്ന കാര്യം അത്ര വ്യക്തമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതില്ലാതിരിക്കുന്നതിന്റെ കാരണം ഇത് ഒരു പ്രാഥമിക നടപടി മാത്രമാണ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്നാണ് മാധ്യമങ്ങളോട് ശ്രീ VD സതീശൻ പറഞ്ഞത്. അപ്പൊ പ്രാഥമിക നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 in a series എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമതൊരു നടപടിയെങ്കിലും കൂടി ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഈ പറയുന്ന AICCയുടെ പ്രതിനിധിയായിട്ടുള്ള ദീപാദാസ് മുൻഷി പറഞ്ഞത് എന്താണ്? ഇതൊരു അടഞ്ഞ അധ്യായമാണെന്നാണ്. ദിസ് ഇസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. അപ്പൊ അവര് പുസ്തകം മടക്കി വെച്ച് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാരംഭ നടപടിയാണെന്ന് പറഞ്ഞ സതീശനെ നമ്മൾ വിശ്വസിക്കണോ, ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയുന്ന ദീപാദാസ് മുൻഷിയെ നമ്മൾ വിശ്വസിക്കണോ? ഇനി ശ്രീ സതീശൻ തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണമേ ഇല്ല എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് പാർട്ടിയുടെ ഉള്ളിൽ ആഭ്യന്തരമായിട്ട് കുറേയധികം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നാണ്. ഈ വിഷയത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ നിരീക്ഷക അല്ലെങ്കിൽ വക്താവ് ആയിട്ടുള്ള ദീപാദാസ് മുൻഷി പറയുന്നതല്ല ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രീ തൗഫീഖിന്റെ അഭിപ്രായം അവിടെ ഇരിക്കുമ്പോൾ തന്നെ പ്രമുഖരായിട്ടുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം, മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം, അത് ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നു ഒരു നടപടിയേ വന്നിട്ടുള്ളൂ, ബാക്കി നടപടി ഇനി വരും, ഇനി നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ അഭിപ്രായത്തിനെ, നിങ്ങൾ കോൺഗ്രസിനെ വിലയിരുത്തുന്നതിനെ ഞങ്ങൾ മാറ്റി പറയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം കൂടുതലായിട്ടുള്ള നടപടികൾ വരുന്നുണ്ട് എന്നാണ്. സംഘടനാ ചുമതലയുള്ള, കേന്ദ്രത്തിൽ തന്നെ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ കാത്തിരിക്കൂ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിലെ വനിതകളായിട്ടുള്ള MLA മാരുണ്ട്, ശ്രീമതി ഉമാ തോമസ് അടക്കമുള്ള നേതാക്കളുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട്, നമ്മുടെ ബിന്ദു കൃഷ്ണ പോലെയുള്ള നേതാക്കളുണ്ട്. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണ്? മുതിർന്ന നേതാക്കൾ, നേരത്തെ നമ്മൾ സതീശന്റെ കാര്യം പറഞ്ഞു, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാരുടെ അഭിപ്രായം വന്നിരിക്കുന്നത് എന്താണ്? ഇവർക്കാർക്കും തന്നെ ഈ ചങ്ങാതി ഈ സ്ഥാനത്ത് തുടരുന്നതിന് താല്പര്യമില്ലെന്നേ. അപ്പൊ അതാണ് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഔദ്യോഗിക ഭാഷ്യം എന്നിരിക്കെ, അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ഇനിയും നടപടി ഉണ്ടാകും, ഇത് പ്രാരംഭ നടപടി മാത്രമാണ് എന്നതിനപ്പുറത്തേക്ക് ശ്രീ തൗഫീഖ് ആരുടെ താല്പര്യത്തിലാണ് ഇവിടെ
ഈ ന്യായങ്ങളൊക്കെ നിരത്തുന്നത് എന്നത് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമതൊരു പ്രശ്നം, നമ്മൾ ഈ പറയുന്ന FIR, കുറ്റപത്രം, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകണം, പരാതി ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാനമുണ്ടല്ലോ അല്ലെ? അതിൽ ശ്രീ തൗഫീഖിന് എതിരഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന കുറേയധികം സ്ക്രീൻഷോട്ടുകൾ, ചാറ്റുകളുടേത് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഷെയർ ചെയ്യപ്പെടുന്നു, പല ഓഡിയോ സന്ദേശങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹം വളരെ വലിയ രീതിയിലത്തേക്കുള്ള മാധ്യമ വിചാരണ നേരിടുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ വന്ന് പരസ്യമായി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഹണി ഭാസ്കറെ പോലെയുള്ള ആൾക്കാർ ആരോപണങ്ങൾ പറയുമ്പോൾ, മറ്റു ചില ആൾക്കാർ പേരല്ല എങ്കിലും മറ്റു കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള ഒരു റൈറ്റ് നിയമപരമായിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും ഇല്ലേ? അദ്ദേഹത്തിന് മാനമുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് തോമസ് ഐസക്കിനെതിരെ, ശ്രീരാമകൃഷ്ണനെതിരെയൊക്കെ തന്നെ ആരോപണം പറയുന്ന സമയത്ത് അവരെ വ്യക്തിപരമായിട്ട് ഇവരെയൊക്കെ പലരെയും, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവരാരും തന്നെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്നിലധികം ആൾക്കാർ പറഞ്ഞിട്ടും ഒരു ഓഡിയോ ക്ലിപ്പിൽ ഒരു ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ ഉണ്ടായിട്ടും ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹം മാത്രം ഒരു കാര്യത്തിലും ഇവിടെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാനമില്ലേ? അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുത്തുകൂടെ? പിന്നെ അദ്ദേഹം ഇന്ന് വന്ന് വിശദീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരൊറ്റ കേസിലാണ്, ഒരൊറ്റ കാര്യത്തിനെ പറ്റിയാണ് അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അത്ര ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലത്തേക്കുള്ള തെളിവുകൾ ഇതുവരെയും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടില്ല. അത് വ്യക്തിപരമായിട്ടുള്ള വാക്കാലുള്ള ഒരു ആരോപണമായിട്ട് അവിടെ നിൽക്കുകയാണ്. മറിച്ച് അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സംഭാഷണം വരുമ്പോൾ ഇത് എന്റേതല്ല, ഇതിൽ കേൾക്കുന്ന ശബ്ദം എന്റേതല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ഈ ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ശ്രീ തൗഫീഖ് പറയണ്ട, അദ്ദേഹത്തിൻ്റെതല്ല എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടും ആ സ്റ്റേറ്റ്മെന്റിൽ ഫുൾ അക്കൗണ്ടബിലിറ്റിയോടുകൂടി നിൽക്കാനുമായിട്ട് ശ്രീ തൗഫീഖിന് ഈ ചർച്ചയിൽ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും സംശയമുണ്ട് എന്നാണ്. സംശയമുണ്ട് എങ്കിൽ, സംശയമുള്ളയാൾ അങ്ങനെ ആരെങ്കിലും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം എന്നുള്ളത് പണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ നിന്ന് 1956 ഒരാൾ രാജിവെക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ധനമന്ത്രി രാജിവെക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന നിലപാടാണ്. താൻ സ്വയം ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് നെഹ്റുവിനെ ആദർശവാനായി കണ്ടുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ തൗഫീഖ് ഇവിടെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുകയാണ്, കോൺഗ്രസിന്റെ നിലപാടല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് പറയാനുള്ളത്.